പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു രസകരമായ പ്രസ്താവനയെക്കുറിച്ചാണ്. അതായത് ഇസ്രയേൽ ഗസ സംഘർഷം ഒഴിവാക്കാൻ താൻ ഇടപെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. റമദാൻ മാസത്തിൽ അവിടെ സംഘർഷം ഉണ്ടാകരുത് എന്ന് താൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഇസ്രായേലിലേക്ക് ദൂതരെ താൻ അയച്ചിരുന്നു. ഇതൊന്നും എല്ലാവരോടും പറയേണ്ട എന്ന് കരുതിയിട്ടാണ് പറയാതിരുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുമാത്രമല്ല, ഈ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടും പുടിൻ്റെ കണ്ണിൽ നോക്കി യുദ്ധം വേണ്ട എന്ന് പറയാൻ താൻ തയ്യാറായി എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ട്രോളുകളൊക്കെ ഇതിനെപ്പറ്റി കണ്ടിരുന്നു. ദാവൂദ് സാർ, ട്രോളുകൾ കണ്ടിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ട്രോള് മറ്റേ ഹരീഷ് കണാരൻ്റെ ഒരൊറ്റത്തള്ളായിരുന്നു എന്ന് പറയുന്ന ട്രോളാണ്. ഇതിപ്പോൾ ജാലിയൻ കണാരൻ പ്രധാനമന്ത്രി ആയതാണോ, പ്രധാനമന്ത്രി ജാലിയൻ കണാരനായതാണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. ആരാണ് കണാരൻ, ആരാണ് മോഡി എന്ന് മനസ്സിലാവുന്നില്ല. എന്തെന്ന് ഈ പറയണേ? അതായത് ഈ ഐക്യരാഷ്ട്രസഭയിൽ ഈ പ്രമേയം വന്നപ്പോൾ, ഈ ഏറ്റവും മാനുഷിക പരിഗണന കൊടുക്കണം എന്നുള്ളൊരു പ്രമേയം വന്നപ്പോൾ ആ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ മാറി നിന്ന നമ്മുടെ രാജ്യവും പ്രധാനമന്ത്രിയുമാണ്. അതിപ്പോൾ വോട്ടെടുപ്പൊന്നും വിഷയമില്ല, നമ്മൾ വിളിച്ച് പറയല്ലേ. പുട്ടിനെ വിളിച്ചു അത് നിർത്ത്. പുട്ടിനെ വിളിച്ച് പറയല്ലേ, കണ്ണിൽ നോക്കി പറയണല്ലേ. ഇവിടെ നെതന്യാഹുവിൻ്റെ ആളെ വിട്. ഏത് റമദാൻ മാസത്തിൽ പരിപാടി നിർത്തണം. ഏത് ഗസയെക്കുറിച്ചാണ്, ഏത് ഫലസ്തീനെ കുറിച്ചാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്? ഒന്നാമത് റമദാൻ മാസത്തിൽ യുദ്ധം നിർത്തണം എന്നൊരു ഡിമാൻഡ് ഫലസ്തീനികൾ വെച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടല്ലോ, യുദ്ധം നിർത്തണം എന്നുള്ളതല്ല. അതായത് റമദാൻ വരുന്നു അതുകൊണ്ട് നിർത്തണമെന്ന് ഇതിലൊരു പാർട്ടി ഹമാസ് ആണല്ലോ. ഹമാസ് അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചിട്ടില്ല. കംപ്ലീറ്റ് സെസേഷൻ, സമ്പൂർണ്ണമായ യുദ്ധവിരാമം എന്നവർ പറയുന്നുണ്ട് വിത്ത് ഡിമാൻഡ്സ്. പക്ഷേ ഇത് റമദാൻ മാസം വരികയാണ്, അതുകൊണ്ട് നിങ്ങൾ യുദ്ധം നിർത്തണം എന്നൊരു ഡിമാൻഡ് അവർ വെച്ചിട്ടില്ല. നമ്പർ 1. നമ്പർ 2, റമദാനിൽ യുദ്ധം നിന്നോ? ഞാൻ നെതന്യാഹുവിനെ വിളിച്ച് പറഞ്ഞു 2-3 ദിവസം എന്തോ ചെയ്തു, പിന്നെ ഒന്നും ഉണ്ടായില്ല എന്നാണല്ലോ ഇദ്ദേഹം ആശ്തക്കിന് ലഡായി മത്കറോ ഇത് അവസാനിപ്പിക്കുമെന്ന് ഞാൻ സ്പെഷ്യൽ എൻവോയെ വിട്ട് പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം, റമദാൻ മാസം 1-ാം തീയതി എന്ന് പറഞ്ഞെങ്കിൽ മാർച്ച് 8-9 ആണ്. 80 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. റമദാൻ മാസം 2-ാം തീയതിയാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അവിടുത്തെ ഹമാസിൻ്റെ തലവനെ ഞങ്ങൾ വധിച്ചു എന്നവർ അവകാശപ്പെടുന്നുണ്ട്. ഈ ഗസ യുദ്ധത്തിൽ ഏറ്റവും മാരകമായ, ഏറ്റവും മോശമായ, ഏറ്റവും ഭീഭത്സമായ സംഭവം എന്ന് പറയുന്നത് സീജ് ഓഫ് അൽ-ഷിഫ ഉപരോധമാണ്. അൽ-ഷിഫ ഉപരോധം നടക്കുന്ന എപ്പോഴാണ്? മാർച്ച് 18 മുതൽ ഏതാണ്ട് ഏപ്രിൽ 1 വരെ, ഏപ്രിൽ 1-2 വരെ 2 ആഴ്ചത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റൽ, അൽ-ഷിഫ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഗസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ്. നോക്കൂ, ഓരോ ദിവസവും 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു, 100 കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുന്നു. ഇവരെ കൊണ്ടൊക്കെ ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞ് വരുന്ന ഈ ആശുപത്രിയെ ഇസ്രായേലി പട്ടാളക്കാർ വളഞ്ഞു വെച്ച സംഭവമാണ് സീജ് ഓഫ് അൽ-ഷിഫ എന്ന് പറയുന്നത്. 2 ആഴ്ച നേരം. എന്നിട്ട് അവിടുത്തെ ഇൻക്യുബേറ്റേഴ്സ് ആക്രമിക്കുന്നു, അവിടുത്തെ ജനറേറ്റർ റൂം ആക്രമിക്കുന്നു, അവിടുത്തെ ICU ആക്രമിക്കുന്നു, അവിടുത്തെ മെറ്റേണിറ്റി വാർഡ് ആക്രമിക്കുന്നു, അവിടുത്തെ ഡോക്ടർമാരെ കൊല്ലുന്നു. ഈ പരിപാടി നടന്നത് എപ്പോഴാണ്? മാർച്ച് 18 മുതൽ ഏപ്രിൽ 1 വരെ എന്ന് പറഞ്ഞാൽ റമദാൻ മാസമാണത്. നമ്മുടെ വിളിച്ച് പറഞ്ഞാൽ നിർത്തണം, ലഡായി മത്കറോ എന്ന് വിളിച്ച് പറഞ്ഞ മാസത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു തള്ളിനും ഇല്ലയുടെ ഒരു ലോജിക്ക്. അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് ഇദ്ദേഹം സ്ഥിരമായിട്ട് ആണ്ടി വലിയവനാണെന്ന് ആണ്ടി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഇൻ്റർവ്യൂവിൽ പോലും നോക്കുക, അദ്ദേഹം ഞാൻ വിളിച്ച് പറഞ്ഞു എന്നല്ല പറയുക, മോഡി പ്രസംഗത്തിൽ അങ്ങനെ മോഡി ഒരു എൻവോയി അയച്ചു. അതിൽ ഇതിനേക്കാളും മാരകമായ തള്ളുണ്ട് കേട്ടോ. ജോർഡൻ രാജാവ്, ഞാൻ ഇതിൻ്റെ പാലസ്തീനിലേക്ക് പോകുമ്പോൾ ജോർഡാനിയൻ എയർ സ്പേസ് വഴിയാണ് പോകേണ്ടത്. ജോർഡൻ രാജാവ് എന്നോട് പറഞ്ഞു അങ്ങനെ പോകാൻ പറ്റില്ല. അതിൻ്റെ അടുക്ക് പറയുന്നുണ്ട്, ജോർഡൻ രാജാവ് എന്ന പ്രവാചകൻ്റെ പരമ്പരയിൽപ്പെട്ട ആളാണ്, എൻ്റെ അതിഥിയായിട്ട് വരണം. അങ്ങനെ ഞാൻ ജോർഡൻ രാജാവിൻ്റെ വീട്ടിൽ പോയി, പിന്നെ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് അവിടുന്ന് ഹെലികോപ്റ്ററിലേക്കാണ് പലസ്തീനിലേക്ക് പോകുന്നു. അപ്പോൾ ഹെലികോപ്റ്റർ ജോർഡൻ്റെത്, അതിൽ അറ്റൻഡൻസ് ഇസ്രായേൽ, ഞാൻ പോകുന്നത് ഫലസ്തീനിലേക്ക്. നിങ്ങൾക്കിത് 3-3 ആയിരിക്കും, പക്ഷേ ആകാശത്ത് 3 പേരും മോഡിക്ക് വേണ്ടി ഒന്നാവുകയാണ്. ഇങ്ങനെ തള്ളുന്നു. ഈ പറയുന്ന ഈ ചാനലിൻ്റെ ഇതിൻ്റെ സീനിയർ എഡിറ്റേഴ്സ് ഇതൊക്കെ ഇളിച്ച് നിന്ന് കേട്ട് നിൽക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ പറയുക രേഷ്മ, ഇതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഇത് ഹിന്ദിയിലല്ലേ പറയണേ? ഹിന്ദിയിൽ ഇത് കേട്ടിട്ട് ഇത് മുഴുവൻ ശരിയാണെന്ന് വിശ്വസിക്കുന്ന
നമ്മ ഇങ്ങനെ ലോകോത്തരമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സത്യസന്ധമായും വിചാരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ആ മനുഷ്യരിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ഏറ്റവും ട്രെൻഡായിട്ടുണ്ടിരിക്കുന്ന ഒരു ഡയലോഗുണ്ട്, എന്താ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്, എന്തൊക്കെ ഈ ജി വിളിച്ച് പറയുന്നത്. അല്ല, നേരത്തെ ദാവൂദ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മോദിയുടെ കോൺഫിഡൻസ് ആണ്. എന്ന് വെച്ചാൽ മോദി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ഇത്രയും മഹത്തായ കാര്യങ്ങൾ നിറവേറ്റുകയാണല്ലേ എന്ന വിനീത വിധേയ ഭാവത്തിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ കൻവലിനെ പോലുള്ള സീനിയർ എഡിറ്റർമാരെ അദ്ദേഹത്തിന് മുന്നിൽ കിട്ടിയിട്ടുണ്ട്. 4 ആളുണ്ട്. യെസ്, ആ 4 പേരും ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓഹോ, അങ്ങ് ഈ നിർവഹിച്ച കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരങ്ങനെയായിരിക്കുന്നതെങ്കിൽ ഈ 10 ആണ്ട് കൊണ്ട് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 100 വർഷം കൊണ്ട് സംഘപരിവാരം ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ഹിന്ദി ഹാർട്ട് ലാൻഡിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മനുഷ്യർ എന്തായിരിക്കും അതിനെക്കുറിച്ച് വിചാരിക്കുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോർത്ത് ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ പല പ്രതികരണങ്ങളും നമുക്ക് കാണാൻ പറ്റും. G20 അധ്യക്ഷ സ്ഥാനം പിടിച്ചു വാങ്ങിയെടുത്ത, G20 അധ്യക്ഷ സ്ഥാനം റൊട്ടേഷനാണ്, നമുക്കും കിട്ടും, അടുത്തത് ഇറ്റലിക്കാണ്, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ G20 അധ്യക്ഷ സ്ഥാനം മോദി വന്നതുകൊണ്ട് ഇന്ത്യ പിടിച്ചെടുത്തു എന്ന് സീരിയസ്ലി വിശ്വസിക്കുന്ന ചെറുപ്പക്കാരെ അവർ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവരോടാണ് മോദി പറയുന്നത്, മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാവാതിരുന്നതിൻ്റെ കാരണം മോദിയാണ് എന്ന് പ്രസംഗിച്ചത് ആരാണ്? കങ്കണ റണാവത്ത് എന്ന് പറഞ്ഞ ഇവരുടെ സ്ഥാനാർത്ഥിയാണ്. എന്ന് വെച്ചാൽ നടി. മോദി കാരണം എന്ന് വെച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിക്ക് പോലും പറ്റിയിട്ടില്ലല്ലോ എന്നാണ് ഇവർ പറയുന്നത്. സർദാർ വല്ലഭായ് പട്ടേലാണ് ആദ്യത്തെ പ്രധാനമന്ത്രി എന്നാണ് കങ്കണ സെൻ്റെ വിചാരം. അവരാണ് ഇത് പറയുന്നത്. എല്ലാം ഒരു ടീമാണ്. അപ്പോൾ ഈ നിലയ്ക്കുള്ള ആളുകളെ BJPയുടെ ആദ്യത്തെ പരസ്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? യുക്രൈൻ റഷ്യ വാറ് മോദിജി ഇടപെട്ട് നിർത്തിയതുകൊണ്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റിയ അമ്മയെന്ന് പറഞ്ഞൊരു കുട്ടി വന്ന് കരഞ്ഞോട് കെട്ടിപ്പിടിക്കുന്നു ഒരു പരസ്യം. അത് BJP വലിയ തോതിൽ പുഷ് ചെയ്ത പരസ്യമാണ്. അപ്പം മോദിയെ സംബന്ധിച്ച് അത്തരം നുണകൾ പറയുന്നതിന് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈക്ലഭ്യമുള്ള ആളല്ല. കാരണം അദ്ദേഹത്തിന് അറിയാം ഇത് പറഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ അബ്സോർബ് ചെയ്യാൻ ശേഷിയുള്ള, ഇത് അങ്ങനെ ഡൈജസ്റ്റ് ആവുന്ന ഒരു സൊസൈറ്റി അവരുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് മോദിയുടെ മഹത്തായ നേട്ടം. ഇന്നിപ്പോൾ നിങ്ങൾ നോക്കൂ, നാഷണൽ മീഡിയ, പ്രത്യേകിച്ച് ഈ നോയിഡ ചാനലുകൾ, പത്രങ്ങൾ, വെബ്സൈറ്റുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മോദി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു എന്ന മട്ടിലാണ് മിക്കവാറും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ മോദി ഒരു ദൗത്യ സംഘത്തെ അയച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെട്ടു, അവിടുത്തെ വെടിനിർത്തലിന് വേണ്ടി അദ്ദേഹം ഇടപെട്ടു എന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും, അങ്ങനെ ഇടപെടൽ വന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ വെടിനിർത്തൽ ഉണ്ടായിട്ടില്ലെന്നും, ഏറ്റവും അധികം കാഷ്വാലിറ്റി ഉണ്ടായ കാലത്തിലൂടെയാണ് ഫലസ്തീൻ കടന്നുപോയത് എന്നതിലേക്ക് ആരും പോകുന്നില്ല. അപ്പോൾ മോദി ഒരു വ്യാജം പറഞ്ഞു, മോദി ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു അവകാശവാദം ഉന്നയിക്കുന്നു. അല്ലെങ്കിൽ മോദി ഇങ്ങനെ അവകാശപ്പെടുന്ന മട്ടിലല്ല, മോദി ഒരു നിർണായക ഇടപെടൽ നടത്തിയതിനെക്കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് മോദിയുടെ ഏറ്റവും വലിയ കഴിവ്. അതായത് നമ്മുടെ പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പം സർജിക്കൽ സ്ട്രൈക്ക് രാത്രിയിൽ എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ച് മോദി ഉപദേശിച്ചു നമ്മൾ കേട്ടതല്ലേ. മേഘങ്ങൾക്കിടയിൽ എങ്ങനെ വാർ പ്ലെയിനുകൾ ഒളിപ്പിച്ചു വെച്ച് ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ അറ്റാക്ക് ചെയ്യുക, അത് മോദി ഉപദേശിച്ച് കൊടുത്തതാണ് എന്ന മട്ടിൽ. അപ്പോൾ ഈ കഥകളുടെ അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഒരു വിധി എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം ഇത് പറയുന്നു, അതിനപ്പുറം പോട്ട് ഭയങ്കര വർഗീയ. ഇന്നിപ്പോൾ പറഞ്ഞ കേട്ടില്ല, അതായത് കോൺഗ്രസ് വന്നാൽ അവർ രാമക്ഷേത്രം ബുൾഡോസർ ചെയ്ത് തകർക്കാൻ പോവുകയാണ്. അതുകൊണ്ട് രാമക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പിനെ എന്നെ നിങ്ങൾ വിജയിപ്പിക്കണം, ബുൾഡോസർ കയറ്റും, രാംലല്ലയെ അവർ വീണ്ടും ടെൻറ്റിലേക്ക് അയക്കും. നോക്കൂ, യോഗിജിയെ കണ്ടുപഠിക്കട്ടെ കോൺഗ്രസും SP-യും, ബുൾഡോസർ എവിടെ കയറ്റണം, എവിടെയാണ് കയറ്റാൻ പാടില്ലാത്തതെന്ന കാര്യത്തിൽ. ഇത് പറയാൻ മോദിക്ക് ഒരു മടിയില്ല. മോദി അത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫൈനലി മോദി അദ്ദേഹത്തിൻ്റെ സ്കിൽ ഏരിയ ഏതാണോ അത് പ്രകടമാക്കുന്നത്, അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ് എവിടെയാണോ അത് കാണിക്കുകയാണ്. അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങളിൽ ഉള്ള പരിമിതി നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് അറിയാവുന്ന പണി അദ്ദേഹം ഏറ്റവും നല്ല വൃത്തിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് യേശു എന്ന് നോക്കുകയാണ്. ഒരു കാര്യം ഉണ്ടാവും, നല്ല പരിഭ്രാന്തി ഉണ്ടാവും. ഒരർത്ഥത്തിൽ മാക്സിമം വർഗീയത പറയുക, അപ്പോൾ അതിന് ഗുണം കിട്ടുമോ എന്ന് ആലോചിക്കുക. പെട്ടെന്ന് ഈ വർഗീയത പറഞ്ഞാൽ യേശുമോ, അതോ ഒരു അഴിമതിയുടെയും വികസനത്തിൻ്റെയൊക്കെ ആളായിട്ട് എന്നെ കണ്ട മധ്യവർഗം എന്നെ വർഗീയവാദിയായി കാണുമോ, അഴിമതി വിരുദ്ധതയുടെയും വികസനത്തിൻ്റെ ആളായിട്ട് എന്നെ കണ്ട് 2014 എന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ചെറുപ്പക്കാർ, വിദ്യാസമ്പന്നരായ മനുഷ്യർ, മിഡിൽ ക്ലാസ്, അവർ പെട്ടെന്ന് തന്നെ ഒരു വെറും വർഗീയവാദിയായി കാണുമോ, വികാസ് പുരുഷനായി കാണില്ലേ? പെട്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഓടി വന്ന് മുസ്ലിങ്ങളുമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. ഇത് നമ്മൾ ഇനിയും കണ്ടുവരും തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ. അത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വിധിയാണ്. വേറെ കാര്യം, ഇപ്പം മാധ്യമങ്ങളോട് നിഷാദ് പറഞ്ഞല്ലോ, ഇപ്പം ഇന്നത്തെ പ്രസംഗം ഉണ്ടല്ലോ, ബുൾഡോസർ കയറ്റം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത്തരം പ്രസംഗങ്ങളെ കുറിച്ച് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് മീഡിയ ഉപയോഗിക്കുന്നൊരു വാക്കെന്ന് പറയും മോഡിസ് ജൈബ് എഗൻസ്റ്റ് ഒപ്പോസിഷൻ. ജൈബ് എന്ന് പറഞ്ഞാൽ പരിഹാസം അല്ലെങ്കിൽ ഒരു വിമർശനം എന്നുള്ള അർത്ഥത്തിൽ. ഇത് വിമർശനമാണോ പരിഹാസമാണോ? ഹെയ്റ്റ് ആണ്. അപ്പോൾ അതിന് പക്ഷേ നമ്മുടെ ഈ സോഫിസ്റ്റിക്കേറ്റഡ് ഇംഗ്ലീഷ് മീഡിയ ഉപയോഗിക്കുന്ന വാക്ക് മോഡിസ് ജൈബ് എഗൻസ്റ്റ് ഒപ്പോസിഷൻ, മോഡിസ് ന്യൂ ജൈബ് എഗൻസ്റ്റ് കോൺഗ്രസ് എന്നൊക്കെയാണ്.
ഇതാണ് കഥ. യെസ്, അങ്ങനെ ജിയുടെ കഥകൾ ഓരോന്നായി തുടരുകയാണ്. അത് അപ്പാടെ വെള്ളം തൊടാതെ വിഴുങ്ങുന്നവർ മറ്റൊന്നും കൂടി ഓർക്കേണ്ടതുണ്ട്. മറുവശത്ത് ലോജിക്കലി ചിന്തിക്കുന്ന മനുഷ്യരുമുണ്ട്. യെസ്, ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.